ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചിന്ത ചെയ്യുന്നത് ഒരുപാട് പേരിൽ ഉള്ള വിശ്വാസങ്ങളാണ്. ഈ മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ശരീരം രോഗത്താൽ പീഡിതമാകുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അതിനെയൊന്നും അതിജീവിക്കാൻ, സ്വന്തം ശരീരത്തിന് ഇത്തരം വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശാന്തി സമാധാനവും നേരാൻ സാധിക്കുക? ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്. ഇത് കടുത്ത വിശ്വാസികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിരീശ്വരവാദികളും ഒക്കെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് കുറേ പേരുടെ അവരുടെ ദേഹവിയോഗത്തെ, അവർ ഈ ലോകം വിട്ടു പോയിട്ടുള്ളത് ഏതേത് രോഗങ്ങളെ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ചിലർക്കൊക്കെ ഇന്നെന്ന അസുഖങ്ങളാണ് എന്ന്. പക്ഷേ അവരുടെ ഭക്തന്മാർക്ക് അത് പറയാൻ തന്നെ ഒരു മടിയാണ്. അത് പറയില്ല. പലപ്പോഴും പലരും അത് ഒളിച്ചു വയ്ക്കുക. ഭക്തന്മാർ അവരല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം എടുക്കാം. ശ്രീനാരായണ ഗുരുദേവന് മൂത്രാശയ സംബന്ധമായ എന്താ പറയുക രോഗങ്ങളുണ്ടായിരുന്നു. ക്യാൻസറായിരുന്നു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവന്. ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ ചികിത്സാ രീതികളും പരീക്ഷിച്ചിട്ടുമുണ്ട്. ആയുർവേദം, അതുപോലെ അലോപ്പതി, ഹോമിയോപ്പതി സ്വന്തം നിലയിൽ ചികിത്സിച്ചിട്ടുണ്ട്. ഇതൊന്നും ഫലിക്കാതെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവസാനത്തെ, അതായത് 72ാമത്തെ വയസ്സിൽ 72ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ, അത് എന്താണ്, ചതയ ദിനത്തിനാണല്ലോ, ഈ ഓഗസ്റ്റ് ചിങ്ങമാസത്തിൽ വരുന്ന ചതയത്തിലാണല്ലോ ഗുരുദേവൻ്റെ ജയന്തി. അപ്പോൾ 72ൽ അത് ആഘോഷിക്കുമ്പോൾ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഇനി അധികകാലം ഉണ്ടാവില്ല എന്നുള്ളതും, അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ ധർമ്മപ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം ഇത്യാദി കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. ഇനി ഗുരുദേവൻ്റെ അമ്മാവൻ വൈദ്യനാണ്, ആ പേര് കേട്ട വൈദ്യന്മാരാണ്. ശ്രീനാരായണ ഗുരുദേവനും വൈദ്യം നന്നായിട്ട് അറിയുന്ന ആളാണ്. എല്ലാവരും വൈദ്യത്തിലും അമ്മാവൻ സംസ്കൃതത്തിലും ഒക്കെ വിദ്വാനാണ്, നമുക്കറിയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്കതറിയാൻ സാധിക്കും. ഗുരുദേവൻ ആ രോഗവുമായി കുറേ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ കഷ്ടത ശരീരം അനുഭവിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ തനിക്ക് അതൊരു കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഈ ജ്ഞാനികളും അജ്ഞാനികളും തമ്മിലുള്ള ഭേദം, ജ്ഞാനി അജ്ഞാനി എന്നാണ് വേദാന്തം അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറയുക. എന്താണ് ഈ മഹാത്മാക്കളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, നാം ശരീരമല്ല, രോഗം, ദാരിദ്ര്യം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഗുരുദേവൻ അതൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷേ ശരീരം അത് അനുഭവിക്കുന്ന സമയത്ത് വേദനകളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും. അത് അതിൻ്റെ ധർമ്മമായിട്ട് അതിനെ അങ്ങനെ അങ്ങോട്ടേക്ക് അതുമായിട്ട് പൊരുത്തപ്പെടും. അതിനെതിരായി, കാരണം ഈ പ്രകൃതിയുടെ നിയന്താവിനെതിരായി തെറി വിളിക്കുക, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഇത്രയും ഈ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും അഹോരാത്രം പണിയെടുത്തിട്ടുള്ള എനിക്ക് ഈ ഗതി എന്തുകൊണ്ട് വന്നു ഭഗവാനെ, അങ്ങനെയുള്ള വിലാപങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ജ്ഞാനിയും അജ്ഞാനിയും എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്, വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത്. എന്താണ്, അതായത് നമുക്ക് ഈ ഓരോ ജന്മവും ഏത് മനുഷ്യ ശരീരം സ്വീകരിക്കും, മഹാത്മാവാവട്ടെ ആരാവട്ടെ, വേദാന്ത ശാസ്ത്രം പറയുന്നത് പ്രാരബ്ധം ഹേതുവായിട്ട് എന്നാണ്. പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. 3 കർമ്മങ്ങളാണ്, സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം എന്ന് പറയുന്നത്. ഈ പ്രാരബ്ധമാണ് ജന്മത്തിന് കാരണം എന്നാണ്.
ആ പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം അനുഭവിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ജീനുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ ഇവിടുന്ന് ആ ശരീരം പോകുന്നുള്ളൂ. അപ്പോൾ അതിനെ അനുഭവിക്കാൻ ഇത്തരത്തിലുള്ള മാറാവ്യാധികളൊക്കെയാണ് വന്നത് അനുഭവിക്കാനുള്ളതാണെങ്കിൽ അത് അനുഭവിച്ചു പോകും. പക്ഷേ ആ ആള്, ആ ജ്ഞാനി, അതറിയുന്ന ഒരാൾ, ഇതറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൽ എന്തില്ല, അദ്ദേഹം തീവ്രമായി അതിനെ അതിവർത്തിക്കുന്ന ആ ബോധം, ഞാൻ ശരീരമല്ലെന്ന ബോധം ഊട്ടി ഉറപ്പിക്കും. പിന്നെ ശരീരത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ശരീരം പ്രതികരിക്കും. അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ കാര്യത്തിലും വിവേകാനന്ദ സ്വാമികളുടെ കാര്യത്തിലും എല്ലാം കാണാം. അത് നമുക്കത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിലും ഉണ്ട്. അത് ഈ ഭക്തന്മാരുടെ മുന്നിൽ നിന്ന് തന്നെയാണ്, ഒരുപാട് ആളുകൾ കൂടി നിൽക്കെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ഉണ്ടാകുന്നത്. അപ്പോൾ അത് അദ്ദേഹം വേദന കൊണ്ടൊക്കെ പൊളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അയ്യോ എന്നെ എടുത്ത് കൊണ്ടുപോവുകയെ, ആശുപത്രി കൊണ്ടുപോവുക, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, അതാണ് ഇതാണ്, അങ്ങനത്തെ ഒന്നുമില്ല. അതിപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ കാര്യത്തിലാണെങ്കിലും, വിവേകാനന്ദ സ്വാമികൾ ഇവിടെ ഡിട്രോയിറ്റിൽ വന്നിട്ട് ഇവിടുന്ന് സ്വാമിജിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു വലിയ തലവേദന, അങ്ങേയറ്റത്തെ തലവേദനയാണത്. ആ മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട്. അതേസമയം വയറിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ സ്വാമിജി തന്നെ പലയാവർത്തി പലയിടത്തും, ഇവിടെ നിന്ന് ഈ അമേരിക്കയിൽ നിന്ന് സ്വാമിജി പറയുന്നുണ്ട്, ഞാൻ 40 തികയ്ക്കില്ല, 40 കഴിയില്ല, 40 തികയ്ക്കില്ല എന്ന് 38ലും 39ലും കൃത്യമായി പറയുന്നുണ്ട്. സ്വാമിജി കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ 40 വയസ്സ് തികച്ചിട്ടില്ലല്ലോ, 39ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 39ൽ വിവേകാനന്ദ സ്വാമികൾ മരിക്കുന്നതിനിപ്പോൾ നമ്മൾ അതിൻ്റെ ജീനുകളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പരമ്പരയിൽ കുട്ടികൾ ഒരുപാട് പേര് ആ അമ്മയ്ക്ക് മരിച്ചിട്ടുള്ളതാണ്. എല്ലാം ചെറുപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും മരിച്ചിട്ടുള്ളത്. അമ്മയും അച്ഛനും ഒഴികെ ഒരുപാട് പേര്, അവരുടെ സഹോദരങ്ങളും ഒക്കെ മരണപ്പെട്ടുള്ള വിവേകാനന്ദ സ്വാമികളുടെ ഇതെടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ആളുകൾക്ക് ഒരുമാതിരി എന്താ പറയുക, ഈ അവരുടെ ഗുരു അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന അവർ എന്തോ വലിയ ഈ ആ ഗുരുക്കന്മാർക്ക് നിരക്കാത്ത രീതിയിൽ, പിന്നെ ചില വിവരദോഷികളായിട്ടുള്ള ആളുകളുണ്ട്, അവരതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അതിപ്പോൾ നമ്മുടെ വർത്തമാനകാലത്തുണ്ട്. ചിലരെക്കുറിച്ചൊക്കെ ചിലത് പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ, അവരെക്കുറിച്ച് പാഠപുസ്തകത്തിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ ഓടിച്ചിട്ട് അടിക്കാൻ തോന്നും. അജാതി കാര്യങ്ങളൊക്കെയാണ് പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർക്ക് എന്താ പറയുക, ഈ വിവേകാനന്ദ സ്വാമികളൊക്കെ കുറേ അസുഖങ്ങളൊക്കെ സ്വയം വരുത്തി വെച്ചതാണെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. ഈ അൾസർ പോലുള്ളതൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കുകയില്ല, ഭക്ഷണം കഴിക്കാതെ നടക്കുക അങ്ങനെ. കാരണം ഈ വിവേകാനന്ദപ്പാറയിൽ തന്നെ പോകുന്ന നമ്മൾ വിവേകാനന്ദപ്പാറ എന്ന് പറയുന്ന, അതായത് ശ്രീമൂലസ്ഥാനം, ആ പാദം, ദേവിയുടെ പാദമുള്ളത് അവിടെ, ശ്രീപാദം എന്ന് പറയുക, പാദശീല ഉള്ളത് അവിടെയാണല്ലോ. അപ്പോൾ അതിലേക്ക് പോകുന്നതാണ്. തോണിക്കാർ വന്നിട്ട്, തോണിക്കാർ എന്താ പറയുക, 50 വയസ്സാണ്, 25 വയസ്സാന്ന്, 50 വയസ്സ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി പറയും എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എന്ന്. ആരും കൊണ്ടുപോകാൻ കൂട്ടാക്കാത്ത സമയത്ത് മൂപ്പര് കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് ഒരു നീന്തി കയറലാണ്. ആ നീന്തലിനെയൊക്കെ കുറിച്ച് സ്വാമിജി പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഉക്കൻ സ്രാവുകളും അതും ഇതും ഉണ്ട്, നിങ്ങളെ ഒന്ന് തിന്നും അത് എന്ന് പറഞ്ഞ മൂപ്പര് അതിനെയൊന്നും വകവയ്ക്കാതെ ചാടുകയാണ്. എന്നിട്ട് പറയുന്നത് നിലം തൊടാതെ, വെള്ളത്തിൽ തൊടാത്ത നീന്തലാണ് സ്വാമിജി നടത്തിയിട്ടുള്ളത്. തിരമാലകൾ എടുത്ത് പൊക്കി എറിയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, ദേവി എത്രമാത്രം എന്നോട്, അമ്മ എത്ര കാരുണ്യവതിയാണ്. കാരണം തിരമാല രൂപത്തിൽ വന്ന് എന്നെ എടുത്ത് പൊക്കി എറിഞ്ഞു. എന്നിട്ട് അവസാനം ആ ശ്രീപാദ മൂലസ്ഥാനത്ത്, വിവേകാനന്ദപാദ ഇരിക്കുന്ന അവിടെ തന്നെയാണല്ലോ ശ്രീപാദം, നേരെ അതിൻ്റെ മുന്നിൽ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വലിയൊരു, ഈ പറഞ്ഞ പോലെ ഒരു സ്രാവ് എന്തോന്ന് കാത്തിരിക്കുന്നുണ്ട് ആ പാറപ്പുറത്ത്. അപ്പോൾ സ്വാമിജി വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞു എന്ന്. പക്ഷേ എന്തോ അതിന് നല്ല കാലത്തിന് അതിന് തോന്നി ഇതേ തട ഒരു ജീവി എന്ന്. എന്തായാലും അത് അവിടുന്ന് മാറിപ്പോവുക. പിന്നെ ആ 3 ദിവസം അവിടെ ഇരുന്നത് ഒരു ജലപാനം ഇല്ലാതെയാണ്. ഈ ജലപാനം ഇല്ലാതെ കഴിഞ്ഞ ആളാണ് അവിടെ. അങ്ങനെയാണ് പിന്നെ എന്താ പറയുക, വേറെ ഇദ്ദേഹം
സ്വാമിജി അത്യാവശ്യം ആളുകൾ ഈ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതാ രാജാവിനെയൊക്കെ കണ്ടിട്ട് പോയതാണ്. കൊച്ചിയിൽ ഒക്കെ വന്നു കഴിഞ്ഞ് ഇവിടുന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് നേരെ കന്യാകുമാരിക്ക് പോകുന്നത്. കന്യാകുമാരി പോകാനല്ല സ്വാമിജി ഉദ്ദേശിക്കുന്നത്, നാഗർകോവിലേക്കുള്ള യാത്ര. പിന്നെ അത് പെട്ടെന്ന് മാറ്റിയിട്ടാണ് അങ്ങനെ ആ ഭാഗത്തേക്ക് ആവുന്നത്. പറഞ്ഞു വന്നത്, അവിടെ ഈ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് പിന്നെയാണ് ആളുകൾ കൊണ്ടുപോയിട്ട് എന്താ ഇങ്ങനെ നിങ്ങൾ ഇതിൽ ചാടി എന്നൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ മൂപ്പര് ചോദിക്കുകയാണ്, ഇവിടെ ഒരു സന്യാസിക്ക് മൗനമായിട്ട് ഇരിക്കാനൊന്നും അനുവദിക്കില്ലേ നിങ്ങൾ എന്ന്. അല്ല, ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളത് അവിടെ വെച്ച് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ 3 ദിവസം മൂപ്പര് അവിടെ ഇരുന്നതാണ്. ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരീരത്തിന് ഭക്ഷണവും കഴിക്കുന്ന, ശരീരത്തിന് എന്തൊക്കെ തന്നെയായാലും ശരീരത്തിന് ഈ പറഞ്ഞ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്തിന് അത് കഴിച്ചിട്ടുള്ള അൾസർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് വകവയ്ക്കാതെ യാത്ര ചെയ്തിട്ടുള്ള ശരീരത്തെ അങ്ങനെ പോഷിപ്പിക്കണം എന്ന് തോന്നാത്തൊരാളായിരുന്നു. ഗുരു രാമകൃഷ്ണദേവൻ്റെ കാര്യത്തിലാണെങ്കിലും അൾസർ കൊണ്ട് തൊണ്ടയിലും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ രാമകൃഷ്ണദേവനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാമകൃഷ്ണദേവനും മരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ വെച്ച് വിവേകാനന്ദ സ്വാമികൾ ഈ തലവേദന കൊണ്ട് പുളയുമ്പം ഇവിടുന്ന് ആരോ കാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പം കാപ്പി കൊടുത്ത് അത് സ്വാമിജി കാപ്പി കപ്പുമായിട്ട് നടന്നു പോകുമ്പോൾ ഈ 893-94 സ്വാമിജി കുറേ ഏകദേശം ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പാർലമെൻറ്റിൽ വന്ന സമയത്ത് അപ്പോൾ സ്വാമിജിയുടെ പിറകിൽ ഈ പറഞ്ഞതുപോലെ ഒരു അദൃശ്യമായ രൂപം വന്നു. അത് രാമകൃഷ്ണദേവനായിരുന്നു. എന്നിട്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ കാപ്പി കുടിക്കരുത്, ഇത് വിഷമാണെന്ന്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ അത് ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തികച്ചും നമ്മളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ഇടയിലുണ്ട്. രണ്ടുപേരുടെ വിവേകാനന്ദ സ്വാമികൾ ഇത് പറയുന്നുണ്ട്. ആമ എങ്ങനെയാണോ വെള്ളത്തിൽ ഈ മുട്ട ഇട്ടിട്ട് കരയിലിരുന്നിട്ട് അതിനെ കപടദൃഷ്ടി എന്ന് പറയും, അതിനെ നോക്കിയിട്ട് അതിനെ വിരിയിപ്പിക്കുന്നത് പോലത്തെ ഒന്നായിരുന്നു വിവേകാനന്ദ സ്വാമികളും. എൻ്റെ ഗുരുദേവൻ എന്ന് പറഞ്ഞിട്ട് വിവേകാനന്ദ സ്വാമികൾ അത് പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം പ്രാപ്തരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊരിക്കലും അവരുടെ ഒരു പ്രഭാഷണത്തിലോ ഒരു ഉപദേശത്തിലോ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും, അങ്ങനെ ഒരു ചെപ്പടി വിദ്യയും നടത്തിയവരല്ല അവർ. രാമകൃഷ്ണദേവനാണെങ്കിലും വിവേകാനന്ദ സ്വാമികളാണെങ്കിലും. ശ്രീനാരായണ ഗുരുദേവനും അത് തന്നെയാണ്. വൈദ്യത്തിൽ പ്രശസ്തനല്ലേ. ഇനി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായിട്ടുള്ള ആ ധർമ്മത്തെ പ്രചരിപ്പിച്ചിട്ടുള്ള നടരാജഗുരുവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നടരാജഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗുരു നിത്യചൈതന്യയതിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കോട്ടയത്ത് ചിന്മയാമിഷൻ ആചാര്യനായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഐമനത്തൊരു വീട്ടിൽ ഗുരു നിത്യചൈതന്യയതി വന്ന വിവരം അറിഞ്ഞിട്ട് അന്ന് അതായത് പിറ്റേന്ന് രാവിലെ പോവും അവിടെ നിന്ന് എന്നറിഞ്ഞു. അങ്ങനെ അറിയാൻ നമ്മൾ വൈകിപ്പോയിരുന്നു. വേറൊരാളെയൊക്കെ ഒരാളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഗുരു വരുമ്പോൾ പറയണം. എഴുത്തിടപാടുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഗുരുവിനെ കാണാൻ പോവുകയാണ്. ആദ്യകാലത്ത് പോവുകയാണ് ഈ ഐമനത്തുള്ള ഒരു വീട്ടിൽ, ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. പുലർച്ചയ്ക്ക് അവിടെ എത്തി. നമ്മൾ ഒരു സ്കൂട്ടറൊക്കെ എടുത്ത് അവിടെ പോയി. അങ്ങനെ ആ വീട്ടിലുള്ളവർ ഉണരുന്നത് നമ്മൾ ബെല്ലടിക്കുമ്പോഴാണ്. പക്ഷെ ഗുരു ആ സമയത്ത് ഇങ്ങനെ കാണാൻ വന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചിന്മയാമിഷനിൽ ആചാര്യനായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് കോട്ടയത്ത്. അപ്പോൾ 94 അപ്പോൾ 1994 അപ്പോൾ ഗുരുവിൻ്റെ ഈ വീട്ടിൽ ഇവർ കതക് തുറന്നു വന്നു. അപ്പം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്, റൂമിലിരിക്കുന്നുണ്ട്, ചെല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നു, അദ്ദേഹത്തെ നമസ്കരിച്ച് അവിടെ താഴെ ഇരുന്നു. അപ്പോൾ അന്വേഷിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചിന്മയാമിഷൻ്റെ പ്രവർത്തനങ്ങളും അതും ഇതൊക്കെ ഇപ്പം സ്വാമിജിയുടെ സമാധിക്ക് ശേഷം എങ്ങനെ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ വിവേക ചൂടാമണിയിലെ ചില ഇതുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ തന്നെ
വേദാന്ത പരിചയം എന്നുള്ള വ്യാഖ്യാനം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, കുറേ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരു പ്ലേറ്റിൽ മൊത്തം ഉള്ളത് ഗുളികകളാണ്, പല പല നിറങ്ങളിലുള്ള ഗുളിക. മൂപ്പരിങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കളറൊക്കെ ഒപ്പിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അപ്പോൾ അവർ നമുക്കൊരു ഗ്ലാസ് ചായ കൊണ്ട് തന്നു വീട്ടുകാർ. അപ്പോൾ നമ്മളോട് അത് കുടിക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഗുരുവിനുണ്ട്. ഗുരു അസുഖങ്ങൾ ശരീരത്തിൻ്റെതായിട്ടുള്ള ആ ധർമ്മങ്ങളുള്ള ഒരാളായിരുന്നു. ഒരിക്കലും മൂടി വെച്ചിട്ടില്ല ആരുടെ മുന്നിലും. ശിഷ്യന്മാർക്കും ഗുരുവിനെ അടുത്തവർക്കും ഒക്കെ അറിയാം. മാത്രമല്ല ഗുരുവിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിരുന്നു കുറേ കാലം. അങ്ങനെയാണ് വൈദ്യമഠത്തിൽ ചികിത്സ നടത്തുന്നത്. വൈദ്യമഠത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷമാണ് ഗുരുവിന് സംസാരശേഷി തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ഒരു പുസ്തകം വൈദ്യമഠത്തിനായിട്ട് സമർപ്പിക്കുന്നുണ്ട് ഗുരു, ഒരു ഉപനിഷത്ത്, ബൃഹദാരണ്യകോ ചാന്തോക്യോ ഏതോ ഒന്നാണ്. അപ്പോൾ ഗുരു നിത്യചൈതന്യതി ശരീരത്തിന് പീഡകളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ചില ഓപ്പറേഷനുകളൊക്കെ ഗുരു തടഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമില്ല, അത് വേണ്ട എന്നുള്ള മട്ടിൽ ചിലപ്പോൾ അങ്ങനെയാണ്. അതൊക്കെ അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, വേണ്ട എന്നുള്ള കാര്യത്തിൽ. കാരണം ഒരു സമയമാകുമ്പോൾ ഇവിടുന്ന് വിട്ടുപോകാനുള്ള സമയമായി എന്നൊരാൾക്ക് തോന്നുന്ന അത് അവർ സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ നിങ്ങൾ ഇപ്പം എന്താണെന്നറിയോ, ഈ സമാധി എന്ന് കേൾക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരെന്തോ അങ്ങനെ സ്വന്തം ഇതിലങ്ങോട്ട് ലയിപ്പിച്ചെടുക്കുകയാണെന്നാണ്. അതല്ല, സമാധി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തെ പറയുന്ന സന്യാസിമാരുടെ, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ മരണത്തിന് സമാധി എന്ന് പറയുന്നു. മരണകാരണം അതല്ല. മരണകാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ മരണകാരണമുണ്ട്. അത് മെഡിക്കലി നമ്മൾ പറയുമല്ലോ ഇന്നതാണ്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഇതിലാണെങ്കിൽ ഹൃദയസ്തംഭനമാണ്, അതുപോലെ തന്നെ ബ്രെയിനിൽ ബ്ലഡ് വെയിൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ രേഖകളാണ്, ഇതൊക്കെ നമ്മുടെ ആർക്കൈവ്സിലുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇതിലും വലിയ എന്താ പറയുക, ഈ ലോകം മുഴുവൻ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ലോകം മുഴുവൻ ഈ സമാധാനത്തിന് വേണ്ടിയിട്ട്, അന്ന് വിയറ്റ്നാം യുദ്ധമൊക്കെ നടക്കുമ്പോൾ ലോകസമാധാനത്തിന് വേണ്ടി സ്വന്തം ജെറ്റ് വിമാനം എടുത്ത് പറപ്പിച്ച് നടന്ന ഒരു ആളുണ്ടായിരുന്നു. മൂപ്പരുടെ പേരാണ് പറക്കും സ്വാമികൾ. അങ്ങനെയാണ് ഈ ഫ്ലൈയിങ് സ്വാമി എന്നുള്ള പേരിൽ പറക്കും സ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. മലയാളികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ സാധ്യതയുണ്ട്. പറക്കും സ്വാമികൾ, വിഷ്ണുദേവാനന്ദ സ്വാമികൾ മലയാളിയാണ്. വിഷ്ണുദേവാനന്ദ സ്വാമികളാണ് നെയ്യാർ ഡാമിൽ ശിവാനന്ദ യോഗാശ്രമം തുടങ്ങിയിട്ടുള്ളത്. അതായത് ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ഋഷികേശിലുള്ള സ്വാമി ശിവാനന്ദയുടെ ശിഷ്യന്മാരാണ് 3 മലയാളി പ്രഗത്ഭന്മാരായ ശിഷ്യന്മാർ. ആരൊക്കെയാണ് അതെന്നാണെങ്കിൽ, ഒന്ന് വിഷ്ണുദേവാനന്ദ സ്വാമികൾ, യോഗമാർഗത്തിൻ്റെ ലോകം മുഴുവൻ വിമാനത്തിൻ്റെ ചിറകിലൊക്കെ ഇരുന്ന് യോഗ എന്താ പറയുക ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പറക്കുന്ന വിമാനത്തിൻ്റെ മുകളിലല്ലേ, ഇനി അങ്ങനെ പറഞ്ഞു കളയും. കാരണം യുക്തിവാദികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും, ഇങ്ങനെയൊക്കെ തള്ളി എന്ന് പറയും. അതേ നിർത്തിയിട്ട വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിലിരുന്ന് യോഗാസനത്തിലൊക്കെ ഇരിക്കുകയും, അതുപോലെ സ്പിരിച്വാലിറ്റി മാത്രമാണ് ഈ ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാക്കാൻ പര്യാപ്തമായത് എന്ന് ഉറക്കെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഭയങ്കര റിസ്ക്കൊക്കെ എടുത്തിട്ട് എന്താ പറയുക പ്രചാരണം നടത്തിയ ആളാണ്. വിഷ്ണുദേവാനന്ദ സ്വാമികളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിധീരനാണ്. എന്ന് പറഞ്ഞാൽ UN-ൻ്റെ ബോർഡർ തെറ്റിച്ചിട്ട് ഈ എന്താ പറയുക വായു എയർ എന്താ അതിർത്തി ബലമായി ക്രോസ് ചെയ്ത് വെടിവെച്ചിടട്ടെ എന്നുള്ള മട്ടിൽ തന്നെ വന്ന് ഈ പ്രചാരണം നടത്തിയ ആളാണ്. അപ്പോൾ ചില്ലറക്കാരനല്ല. ശിവാനന്ദ സ്വാമികളിൽ നിന്ന് ഒരേ ദിവസം സന്യാസം സ്വീകരിച്ച 3 കേമന്മാരാണ്. ഒന്ന് വിഷ്ണുദേവാനന്ദ സ്വാമികൾ, മറ്റൊന്ന് എന്തോ അപ്പുക്കുട്ടൻ നായർന്നോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മറ്റൊന്ന് നമ്മുടെ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. മറ്റൊന്ന് ആനന്ദകുടീരം, നമ്മുടെ കന്യാകുമാരി ആനന്ദകുടീരം ആശ്രമം. കന്യാകുമാരി മാത്രമല്ല, പാലക്കാട്,
കൊടുവത്തൂരോ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്ത് ഉള്ള ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ. ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ എന്താ പറയുക, ഭാഗവതാചാര്യനാണ്, ഭക്തിയുടെ വലിയ പ്രചാരകനാണ്. ഒരാൾ യോഗയുടെ പ്രചാരകൻ, മറ്റേ ആൾ ഇതാ ചിന്മയാനന്ദ സ്വാമികളാണെങ്കിൽ ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ പ്രചാരകന്മാരാണ്. ഇവർ 3 പേരും, അതായത് 93 തന്നെയാണ് ഈ 3 പേരെയും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ്. 3 പേരെയും അതിൽ ജ്ഞാനാനന്ദ സ്വാമികളെ നമ്മൾ ജ്ഞാനാനന്ദ സ്വാമിജിയുടെ അവസാന സമയവും നമ്മൾ കാണുന്നുണ്ട് പാലക്കാട് പോയിട്ട്. അപ്പോഴേക്കും നമ്മൾ ചിന്മയ മിഷനിലെ സ്വാമിയായി കഴിഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചാരി സന്ദീപ് ചൈതന്യ എന്നുള്ള പേരിൽ നമ്മുടെ മിഷനിലെ സീനിയറായിട്ടുള്ള സ്വാമി അശേഷാൻ സ്വാമികളുടെ കൂടെ നമ്മൾ പോയി കാണുകയാണ്. അതിന് മുമ്പേ കാണുമ്പോൾ സ്വാമിജി നന്നായി പ്രഭാഷണം നടത്തുന്ന സമയത്താണ് സ്വാമിജിയെ കണ്ടിട്ടുള്ളത്. അന്ന് നമ്മൾ മിഷനിൽ ചേർന്നിട്ടില്ല, അതിനു മുമ്പാണ്. പക്ഷേ ജ്ഞാനാനന്ദ സ്വാമികളുടെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പറയുമ്പം അദ്ദേഹം എത്രയാ ഈ ആധ്യാത്മിക പ്രചാരണത്തിൽ ഏറ്റവും കേരളത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരു ആചാര്യനാണ്. പ്രത്യേകിച്ച് സ്വാമിജിയുടെ പുസ്തകങ്ങളൊക്കെ ആനന്ദകുടീരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധീകരണത്തിൽ എന്താ പറയുക, ആ ഒരു ടൈറ്റിലിൽ ഒരുമാതിരി എല്ലാറ്റിനും സ്വാമിജി ഗംഭീരമായിട്ട് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനം. അപ്പോൾ ആ സ്വാമിജിയുടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെയായി. സ്വാമിജിയുടെ ശരീരമൊക്കെ അങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ചെറിയ ഇങ്ങനെ ആ ഗർഭസ്ഥ ശിശു ഗർഭത്തിൽ ഇരിക്കുന്നത് പോലെ വളഞ്ഞൊടിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാനം കാണുന്നത്. എന്നിട്ടും സ്വാമിജി കുറേ കടന്നു അങ്ങനെ. അതെന്താണ്, ശരീരത്തിന് അങ്ങനെ ആ സമയത്തും സ്വാമിജിയെ സംബന്ധിച്ച് പ്രസന്ന ചിത്തൻ എന്ന് പറയുന്നത് പോലെയാണ്. ശരീരത്തിൻ്റെ ധർമ്മമാണ് അതൊക്കെ ഇവരെല്ലാം കൃത്യമായി പറഞ്ഞിട്ട് നല്ല ബോധ്യപ്പെടുത്തിയിട്ടുള്ള. പക്ഷേ ചില ഭക്ത ശിരോമണികൾ എന്തുണ്ടാക്കും, കഥമെനയും. ആ കഥമെനയുന്നതിൽ ഇവർക്കെന്ത്, ചിന്മയാനന്ദ സ്വാമികൾ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് കാലിൻ്റെ ഒരു വെയിന് എടുത്ത് മാറ്റിയതാണ്. പിന്നെ സ്വാമിജിക്ക് വീൽ ചെയർ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അവസാന സമയമൊക്കെ ആവുന്ന സമയത്ത്. കാരണം ആ കാലിൻ്റെ ബലം പോകുന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പം സ്വാമിജിക്ക് സ്റ്റിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഉത്തരകാശിയിൽ സ്വാമി ആ ഗംഭീരമായിട്ടുള്ളൊരു അഷ്ടാവക്ര ഗീത കമൻട്രി ചെയ്യുന്നത് ഈ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ്. സ്വാമിജി ഹൃദയത്തിൻ്റെ ഫോട്ടോ എന്താ പറയുക, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ മെഡിക്കൽ തപോവൻ പ്രസാദിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള ആളാണ് ഇതാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, മൂക്കുപൊടി തന്നെ വളരെ കലാപരമായിട്ട് ഈ 10,000ങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വളരെ സൗന്ദര്യാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ആയിരുന്നതാണ് ചിന്മയാനന്ദ സ്വാമികൾ. ഇവരൊന്നും ഹൈഡ് ചെയ്ത ഒരു ജീവിതമല്ല. ശരീരത്തിൻ്റെ ചില എന്താ പറയുക ആ പരിമിതികളെ ഏതെങ്കിലും വിധത്തിലുള്ള മാസ്മരികത കൊണ്ട്, കാരണം തലയെ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ കുട്ടിയോട്, അവൻ്റെ അമ്മയോട്, അവൻ്റെ തലയിൽ എണ്ണ എൻ്റെ കയ്യിലാവും എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ച ആളാ. അപ്പം സ്വാമിജി ഇവിടെ അമേരിക്കയിൽ സാന്റിയാഗോയിൽ വെച്ചിട്ടാണ് 93 ഓഗസ്റ്റിൽ സമാധിയാവുന്നത്. ഹൃദയ സംബന്ധമായ ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ ആരൊക്കെ അങ്ങനെ ഓരോരുത്തരെ പറയുകയാണെങ്കിൽ, ഇനി നമ്മൾ ഏറ്റവും അടുത്ത് ഈ സമാധിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് നിർമ്മലാനന്ദഗിരി സ്വാമികൾ. നോക്കൂ, നിർമ്മലാനന്ദഗിരി സ്വാമികൾ എത്ര പേരെ ആയുർവേദത്തിൽ ചികിത്സിച്ചിട്ടുണ്ടെന്നറിയാം. സ്വാമിജിയുടെ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന എത്രയാ ആളുകൾ. ഈ ആളുകളെ എല്ലാവരെയും കൂടെ ഇരുത്തിയിട്ട് ആദ്യം ഒരു ക്ലാസ്സാണ് കൊടുക്കുക. എന്താണ് ശരീരം, ഈ ശരീരത്തിലെ ആദിവ്യാധികൾക്കൊക്കെ കാരണം എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ അതിജീവിക്കാം, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാറാത്തത്, നല്ല ക്ലാസ് കൊടുക്കും. എന്നിട്ട് ഇതിന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മരുന്നുകളൊക്കെ സ്വാമിജി നിർദ്ദേശിക്കുന്നത്. ആയുർവേദത്തിലെ വളരെ എന്താ പറയുക അറിവുള്ള ഒരു ആചാര്യനാണ് നിർമ്മലാനന്ദഗിരി സ്വാമികൾ.
നമുക്കൊക്കെ എപ്പോഴും സമീപിച്ച് ഈ പറഞ്ഞ ധർമ്മശാസ്ത്രങ്ങളിലുള്ള സംശയങ്ങളും അതുപോലെ നമുക്ക് സാരോപദേശങ്ങളും വളരെ അടുപ്പമുള്ള ഒരു അനുജനെ പോലെ എങ്ങനെയൊക്കെയാണ് സ്വാമിജിയുടെ സ്നേഹം സ്വാമിജി പ്രകടിപ്പിക്കുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതേസമയം ചിലപ്പോൾ ശകാരങ്ങളും എല്ലാം ഉണ്ടാവും. അടുത്തേക്ക് പോകാൻ ചിലപ്പോൾ നമുക്കൊരു പേടിക്കുക. അപ്പോൾ അത് നമുക്ക് ഒരു തോന്നലാണ് അങ്ങനെ സ്വാമിജിയുടെ എന്താണ് ഇപ്പോൾ ഒരു മൂഡ് എങ്ങനെയാണ്. എന്നാൽ സ്വാമിജിയെ കാണാൻ വേണ്ടി രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെയാണ് സ്വാമിജി, ആ ഒരു കാര്യം ചെയ്യും, വന്നോളൂ, ആ പോര്. എവിടെയാണ് ഇപ്പം ഒരു ഭയങ്കര ശബ്ദമാണ്, നമ്മുടെ മമ്മൂട്ടിയുടെ ശബ്ദമാണ്, ആ മുഴങ്ങുന്ന ശബ്ദമാണ്. അപ്പോൾ ആ സ്വാമി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്വാമിജിയുടെ അവസാനം എന്താ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. സ്വാമിജി നമ്മളോട് അവസാന സമയത്തൊക്കെ കാണാൻ പോയ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും ശാസ്ത്രമാണ് പറയുക, എന്താണ് ഈ ശരീരം അനുഭവിക്കേണ്ടുന്നത് നമ്മൾ അനുഭവിക്കണം, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ആ അനുഭവിക്കുന്ന സമയത്ത് നമ്മളത് അറിയുന്നു, എന്ത്, ഞാൻ ഇതല്ല, ഇത് ശരീരത്തിനുള്ള. ഇപ്പം നമ്മളൊരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാലോ ചെറിയൊരു പെയിൻ ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈക്ക് എന്തെങ്കിലും പറ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ ഒന്നും തരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് തുന്നി കെട്ടുമല്ലോ. പിന്നെ അത് പണ്ടൊക്കെ ആണെങ്കിൽ അത് അഴിക്കുക ഇതൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്നുള്ള ഒരു ഇതുണ്ടാകും. എന്നാലും നമുക്കറിയാം അത്, നമ്മൾ അതിലേക്ക് നോക്കില്ല, എന്നിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ നോക്കും. നമുക്കത് നോക്കുകയും ചെയ്യാം, ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളതിനെ വകവെച്ച് കൊടുക്കുന്നത് പോലെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ജ്ഞാനമാണ് ഏത്, ആ പെയിനും അതുമൊക്കെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. അതിനെയും ജയിക്കാനൊന്നും നിൽക്കേണ്ടതില്ല. പക്ഷേ വേവലാതിപ്പെട്ട് പരാതിപ്പെട്ട് അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിച്ച് അതില്ല. അത് ഇവരുടെ ആരുടെയും കാര്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയൊരു എന്താ പറയുക, നമ്മൾ കാണാൻ പോകുമ്പം ദുഃഖികളായിട്ട് ഇല്ല. രമണ മഹർഷിയൊക്കെ ആകുമ്പോഴും അവസാനം പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. അത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും ഓരോരുത്തരുടെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ മഹാത്മാക്കൾക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെയുള്ളത് നമുക്ക് അധികം അറിയില്ലായിരുന്നു. കുറച്ച് ഇപ്പോൾ ചിന്മയാൻ സ്വാമികൾക്കൊന്നും ഇങ്ങനെ ഓരോ അസുഖങ്ങളുള്ള വിവരമൊന്നും അറിയില്ല, എന്നൊക്കെയുള്ളൊരു മട്ട്. പക്ഷേ നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത്, കോഴ്സ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആശ്രമത്തിലൊരു ഭാഗവത സപ്താഹം നടന്നിരുന്നു. അപ്പോൾ അത് ഭാഗവതാചാര്യൻ, പ്രസിദ്ധനായിട്ടുള്ള ഭാഗവതാചാര്യൻ ഗുരുവായൂരപ്പദാസ് സ്വാമിജിയായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പദാസ് സ്വാമിജിയാണ് അതിൻ്റെ ആചാര്യൻ. പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഗണേശൻ നമ്പൂതിരി അങ്ങനെ അവിടെ വായനയ്ക്ക് വന്നിട്ട് പിന്നീട് ആശ്രമത്തിൽ ഇത് പഠിക്കാൻ വേണ്ടി ചേർന്നതാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു നല്ലൊരു ഭാഗവത ആചാര്യനാണ്. ഞങ്ങൾ ഒരുമിച്ച് ആശ്രമത്തിൽ പഠിച്ചവരാണ്. അപ്പോൾ ഈ ഗുരുവായൂരപ്പദാസ് സ്വാമിജിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്വാമിജിയെ ഭയങ്കര ഇഷ്ടമായി. സ്വാമിജിക്ക് എന്തോ നമ്മളോട് ഒരു സ്നേഹമൊക്കെ തോന്നി. അപ്പോൾ നമ്മളെ അവിടെ ചിന്മയാ മിഷനിലെ ആത്മചൈതന്യ സ്വാമിജി നമ്മളെ പഠിപ്പിച്ച സ്വാമിജി പറഞ്ഞു, സ്വാമിജിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട്. ചിന്മയ യുവകേന്ദ്രയുടെയൊക്കെ ആക്റ്റീവ് പ്രവർത്തകനായതുകൊണ്ട് ചിന്മയ മിഷനുമായിട്ട് വളരെ അസോസിയേഷൻ ഇതിൽ സ്വാമി ആവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സൗകര്യത്തിൽ അപ്പോൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോഴ്സ് തുടങ്ങിയിട്ടില്ല, അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, നിങ്ങൾ സ്വാമിജിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ശരി സ്വാമിജി എന്താ വേണ്ട, ഓ. അങ്ങനെ സ്വാമിജി ആയുർവേദ ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ് സ്വാമിജിക്ക് കുമ്പളത്തിൻ്റെ വള്ളിയിൽ കുമ്പളവള്ളി എടുത്ത് അതിനെ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള അതിൻ്റെ നീരിൽ നിന്ന് ഈ എന്താ പറയുക സീതാവടകം,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ മരുന്നുകളുണ്ട്. ഇതൊക്കെ എന്താ അരച്ച് സ്വാമിജിക്ക് പാകത്തിനാക്കി കൊടുക്കേണ്ടുന്ന. അപ്പോൾ സ്വാമിജിക്ക് ഓരോ സമയത്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടിക്കേണ്ടുന്ന വെള്ളമുണ്ട്, അത് ഇത്ര മണിക്ക്. പിന്നെ ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കേണ്ട മരുന്നുണ്ട്, ഉച്ചയ്ക്കുള്ളതുണ്ട്, ഇടനേരത്തിന് കഴിക്കാനുള്ളതുണ്ട്. ഇങ്ങനെ കുറേ മരുന്നുകളുടെ ഇതുണ്ട്. ഇതെല്ലാം നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഇന്നത് ഇതെല്ലാം കുത്തിയിരുന്ന് പഠിച്ച് ഭയങ്കര ഇതായിരുന്നു അതിൽ. അപ്പോൾ സ്വാമിജിയുടെ ഈ കാര്യങ്ങൾ നോക്കുകയും, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സ്വാമിജിയുടെ പ്രഭാഷണം അങ്ങോട്ട് വായന അത് ഒരു വഴിക്ക് നടക്കും. ഈ പറഞ്ഞ് സ്വാമിജിയുടെ നരസിംഹാവതാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് ഓടും, പിള്ളേരൊക്കെ ആണെങ്കിൽ. കാരണം നരസിംഹത്തെ പോലെ ഇങ്ങോട്ടേക്ക് സ്റ്റേജിലും നരസിംഹമാവും. നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ്. എന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, സ്വാമിജി ഒരു സിംഹത്തിൻ്റെ എല്ലാ ചേഷ്ടകളും കാണിക്കുന്നുണ്ടല്ലോ, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറയുകയാണ്. അപ്പം അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മിടുക്കൻ, നന്നായിട്ട് ഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മൃഗശാലയിൽ പോയിട്ട് സിംഹത്തിൻ്റെ എല്ലാ ഇതും ചേഷ്ടകളും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ സിംഹത്തിൻ്റെ ഇത് നരസിംഹം പറയുമ്പോൾ എനിക്ക് അതങ്ങോട്ടേക്ക് വരും. അപ്പം ഞാൻ ഈ സിംഹമായി പരകായ പ്രവേശം നടത്തും എന്ന്. അപ്പം അത് നമ്മളീ പറയുമ്പോൾ ഗുരുവായൂരപ്പദാസ് സ്വാമിജിയുടെ ഭാഗവതം കേട്ടിട്ടുള്ള എത്രയോ ആളുകൾ ഈ കേരളത്തിലുണ്ട്. ആ ആളുകൾക്ക് നമ്മൾ ഇത് പറയുമ്പോൾ അത് ഓർമ്മ വരും. അപ്പോൾ സ്വാമിജിയോട് നമ്മൾ ചോദിച്ചു, സ്വാമിജി ശബരിമലയിലൊക്കെ പോയ കഥയൊക്കെ പറയുമോ? എന്താണെന്നറിയോ, സ്വാമിജി ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു തരും. ഹിമാലയത്തിലും ഇങ്ങനെ അലഞ്ഞ കഥകൾ, മഹാത്മാക്കളുടെ കൂടെ കഴിഞ്ഞ കഥകൾ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് സ്വാമിജിയോട്, സ്വാമിജി ഗുരുവായൂരപ്പദാസനാണ് നമ്മുടെ കയ്യിൽ, നമുക്ക് സ്വാമിജിയാണ് കയ്യിലേക്ക് ഭാഗവതം തന്നത്. സ്വാമിജിയുടെ കയ്യൊപ്പിട്ടിട്ടുള്ള ഭാഗവതം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാമിജി നമ്മളെ ഒരു വിളിക്കും, തുളസീദാസ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു വിളിയുണ്ട്. നമ്മൾ രണ്ടുപേരും ദാസന്മാരാണ് എന്നൊക്കെ പറഞ്ഞു തമാശകളൊക്കെ നന്നായി പറയും. ഭയങ്കര ദേഷ്യക്കാരനൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, സ്വാമിജിയോട് നമ്മൾ ചോദിച്ചു ഇതേപോലെ, സ്വാമിജിക്ക് ശക്തി ഉണ്ടല്ലോ, സ്വാമിജിയുടെ ശക്തി കൊണ്ട് ഇതൊക്കെ മാറ്റിക്കൂടെ സ്വാമിജി, ഇതിങ്ങനെ. അപ്പോൾ നമ്മളോട് ചോദിച്ച്, എന്താണ് നിനക്ക് ഇതൊക്കെ അരച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ടാണോ ഇതൊക്കെ, എന്നാൽ പിന്നെ നിനക്ക് ഈ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. ഇതൊക്കെ പഠിക്കും, ഇവിടെ പഠിക്കാൻ പോവുകയല്ലേ, പഠിക്കാൻ വന്നിരിക്കുകയല്ലേ. അപ്പോൾ ശരീരത്തിൻ്റെ ധർമ്മം, ശരീരത്തിന് എത്രയൊക്കെ സാധിക്കും, ശരീരത്തിന് ആദിവ്യാധികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അറിയേണ്ടത്, ഇതെല്ലാം മഹാത്മാക്കളുടെ കാര്യത്തിൽ, ജ്ഞാനികളുടെ കാര്യത്തിൽ അവർ നമുക്കെപ്പോഴും പറഞ്ഞു തരും. അവർ ലോകത്തോട് പറഞ്ഞിട്ടുമുണ്ട്. അവരാരും ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അത് രമണ മഹർഷിയാകട്ടെ, നാരായണ ഗുരുദേവനാകട്ടെ, ഈ പറഞ്ഞ് ഗുരു നിത്യചൈതന്യാകട്ടെ, നടരാജ ഗുരുവാവട്ടെ, എത്ര ചിന്മയാനന്ദ സ്വാമികളും ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളും നിർമ്മലാനന്ദഗിരി സ്വാമികളും, ഇവരൊക്കെ, ഇനി വിവേകാനന്ദ സ്വാമികളാണെങ്കിൽ, രാമകൃഷ്ണദേവനാണെങ്കിൽ, ഇവരൊന്നും തന്നെ എന്തൊക്കെയോ കൊണ്ട് ഞാനിത് അങ്ങനെയാക്കി കളയാം ഇങ്ങനെയാക്കി കളയും എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചിലരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും എന്താ പറയുക, ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഇവരൊക്കെ എന്താ പറയുക മഹാസമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കുമല്ലോ, അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, അതെയോ, എന്തു പറ്റി, എന്തായിരുന്നു അസുഖം, അല്ല അച്ഛൻ സമാധിയായതാ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? സമാധിയായതാണെന്ന് പറഞ്ഞാൽ അച്ഛൻ അസുഖം അങ്ങനെയല്ല. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ സമാധി, പിന്നെ രോഗവിവരങ്ങളൊന്നും ആരും അന്വേഷിക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ടാണ്
പക്ഷേ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ഒരു ബോധ്യം ഉണ്ടാവും. പല മഹാത്മാക്കളെയും ഇപ്പോൾ അപകട മരണങ്ങൾ നടന്നിട്ടില്ലേ? നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ശാശ്വതീകാനന്ദ സ്വാമികളെ കാണുന്നത് ആശ്രമത്തിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളെ ആലപ്പുഴയിൽ നടക്കുന്ന ഭാഗവത സത്രത്തിന് പോകാൻ അനുവദിച്ചു. അത് പോയി കേൾക്കാൻ. അന്ന് ശാശ്വതീകാനന്ദ സ്വാമികളുടെ പ്രഭാഷണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് കണ്ടു, സ്വാമിജിയെ കണ്ടു. ഞങ്ങളിങ്ങനെ പഠിക്കുകയാണ്, ബ്രഹ്മചാരികളായിട്ട് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിജി വളരെ സന്തോഷമായിട്ട് എല്ലാവരെയും എന്താ പറയുക, ഞങ്ങളെ നമസ്കരിക്കുകയും ഞങ്ങൾക്ക് ഇതൊക്കെ പഴമൊക്കെ തന്നു. നല്ല ക്ലീൻ എന്താ പറയുക, മുഖവും താടിയും എല്ലാ താടിയൊന്നും ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ പോലെ ഭയങ്കര എന്താ പറയുക ഓമനത്തുള്ള മുഖമുള്ള ഒരു രോമവും ഇല്ല, ക്ലീൻ ഷെയ്വാണ്. അതിഗംഭീരമായിട്ടുള്ള അപാര ജ്ഞാനമാണ് സ്വാമിജിക്ക്. ആ സ്വാമിജിയുടെ ദേഹവിയോഗം എന്ന് പറയുന്നത് എന്താ, അപകടമരണമാണ്. വെള്ളത്തിൽ ഇതാകുന്നതാ. പറയുമ്പോൾ നമ്മൾ എന്തു പറയും? ജലസമാധി എന്ന് പറയും. അപ്പോൾ അതിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതേപോലെ തന്നെ എന്താ പോസ്റ്റ്മോർട്ടം വേണം, അത് ഇത് റീപോസ്റ്റ്മോർട്ടം വേണം എന്നൊക്കെ പറഞ്ഞ ബഹളങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിവാദ സന്യാസി എന്നറിയപ്പെടുന്ന ആളാണല്ലോ ഓഷോ. അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു, അദ്ദേഹത്തിന് ഈ പൂനെ ആശ്രമത്തിൽ നമ്മൾ ബോംബെയിലുള്ളപ്പോൾ അന്ന് മാരുതി വേന ഇറങ്ങിയ കാലമാണ്. അപ്പോൾ അവിടേക്കൊരു കൂട്ടർ പോയിരുന്നു. അത് അദ്ദേഹം കൂടുതൽ സംസാരിക്കാത്ത, ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് പോയ്സൺ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. സ്ലോ പോയ്സൺ ആയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട്, എല്ലാവരോടും എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്. അവസാനത്തെ ആ സമയം എന്നൊക്കെ പറയുന്നത് ഇതേപോലെയാണ്, വളരെ പെയിൻഫുള്ളായിട്ടുള്ളതാണ്. അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. 364 റോൾസ് റോയ്സ് ഓരോ ദിവസം ഓരോ കാറിൽ പോയിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ച ആളാണ്. സ്വന്തമായിട്ട് ജെറ്റ് വിമാനമൊക്കെ ഉള്ള. അവസാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അപ്പം ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഈ വിഷ്ണുദേവാനന്ദ സ്വാമികളുടെയും അതാ നേരത്തെ പറഞ്ഞത് 3 പേരും, ജ്ഞാനാനന്ദ സ്വാമികളാണെങ്കിലും വിഷ്ണുദേവാനന്ദ സ്വാമികളും ചിന്മയാനന്ദ സ്വാമികളും, വിഷ്ണുദേവാനന്ദ സ്വാമികളുടെയും ആരോഗ്യത്തിന് വേണ്ടി, യോഗയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയിട്ടുള്ള ആളാണ്. സ്വാമിജിയുടെ അവസാനം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് സ്വാമിജിയെ കാണുന്നുണ്ട്. അവിടേക്ക് തൊഴാൻ അവിടെ വന്നിട്ടുള്ളതാണ് കുറച്ച് വിദേശികളും എല്ലാവരുമായിട്ട് മുന്നിൽ നടയിൽ. അപ്പോൾ ഇവരൊക്കെ പഴയ ആളുകളുടെ കണക്ക് അതിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ മുന്നിൽ ജീവിച്ച് ഈ ലോകം വിട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. ഇത് ലോകത്ത് ഏത് കാലത്താണെങ്കിലും മനുഷ്യ ശരീരത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അയാൾ ഏത് മാർഗത്തിൽ ചരിക്കുകയാണെങ്കിലും മനുഷ്യ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള വൃദ്ധിക്ഷയങ്ങളുണ്ട്. വേദാന്ത ശാസ്ത്രം പറയും, ഇത് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അഭക്ഷ്യതേ വിനശ്യതി ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. പിന്നെ എങ്ങനെയാണ് ജ്ഞാനിക്ക് ഇതങ്ങനെ ബാധകമല്ലാതെ ആവുന്നത്? ഇത് ഉണ്ടായി നിലനിന്ന് വളർന്ന് പെരുകി ക്ഷയിച്ച് നശിക്കുന്നതാണ് ഇത്. അതുകൊണ്ട് സ്ഥൂലം നിന്ദ്യമിതം വപു. ഈ വപുസിനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് ശാസ്ത്രം പറയും. കാരണം ഇതെന്താണ്? ത്വങ് മാംസ രുതിരസ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വപു. ശങ്കര ഭഗവത്പാദർ പറയുന്നതാണ്. ഇതെല്ലാവരും പഠിക്കുന്നവരല്ലേ, ഇതെല്ലാം എല്ലാവരും പ്രചരിപ്പിക്കുന്നവരാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. എന്നാൽ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരത്തെ അതിൻ്റേതായിട്ടുള്ള മര്യാദയിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനെ പീഡിപ്പിക്കാൻ പാടില്ല.
ആപ്യായന്തു മമ അംഗാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഹ തേമയി സന്തു തേമയി സന്തു. വേദത്തിലെ പ്രാർത്ഥനയാണ്. ആപ്യായന്തു മമ അംഗാനി എൻ്റെ അംഗങ്ങൾ ആപ്യായന്തു പുഷ്ടിപ്പെടട്ടെ, പോഷിക്കപ്പെടട്ടെ, തേജസ്സുറ്റതായിരിക്കട്ടെ, ആരോഗ്യപൂർണമായിരിക്കട്ടെ. ആപ്യായന്തു എന്ന് പറഞ്ഞാൽ അതാണ്. മമ അംഗാനി എൻ്റെ അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. വാക്, പ്രാണ, ചക്ഷു, ശ്രോത്രം, അതോ ബലമിന്ദ്രിയാണിച്ച സർവാണി. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ബലമുള്ളതായി തീരട്ടെ. വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമതോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം. ഔപനിഷദം ബ്രഹ്മ. ഉപനിഷത്തിൽ ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നത് തന്നെയാണ് ഇതെല്ലാം. സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മ അല്ലാതിരിക്കുമോ? അതെ, ഇതൊക്കെ അത് തന്നെയാണ്. മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത്. ഈ പരസ്പര അനിരാകരണം അത് ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊക്കെ പ്രാർത്ഥനയാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ധർമ്മത്തെ, ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് എന്തു വേണം? ശരീരം തന്നെ വേണം. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പീഡകളൊക്കെ പീഡകൾ തന്നെയാണ്. ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വൈദ്യത്തിൻ്റെ, ഈ പറഞ്ഞ വൈദ്യശാസ്ത്രത്തിൻ്റെ, അത് അലോപ്പതിയോ ഹോമിയോപ്പതിയോ എന്തായാലും അതുകൊണ്ടൊക്കെ സാധിക്കും. രമണ മഹർഷി ഒരു ഈ പറഞ്ഞതുപോലെയാണ്. മഹർഷിയുടെ ചരിത്രം പറയുമ്പോൾ പുഴു അരിച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് തോണ്ടി ശരീരത്തിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അതാണ് മൂപ്പരുടെ നിലപാട്. എന്നാൽ കുട്ടികളെ പോലെ ഇങ്ങനെ കരയുകയും ചെയ്തിട്ടുണ്ട്. രാമകൃഷ്ണദേവനും അതാ, ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഇല്ലാത്ത അപദാന കഥകളൊക്കെ പാടുന്നതിന് പകരം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ ധർമ്മത്തിൽ നിന്ന് തന്നെ ആളുകൾ വിട്ടുപോവുക. ഇവരൊക്കെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഈ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് നടത്തുന്ന ആൾക്കാർ. അതുപോലെ കാണാം, 500 വയസ്സായി ഒരാൾക്ക് ഹിമാലയത്തിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ്, ഒരു ഹിമാലയത്തിൽ ഇതേപോലെ ഒരാൾ 1000 വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇതിങ്ങനെ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അപ്പോൾ അവിടെയുള്ള വേറൊരാളോട് ചോദിച്ചു, ഇതൊക്കെ സത്യമാണോ എന്ന്. എനിക്കറിയില്ല സത്യമാണോ എന്ന്. അപ്പോൾ നിങ്ങളിവിടെ എത്ര കാലമായി? ഞാനൊരു 500 വർഷമായി. അപ്പോൾ ഇവരുടെ ഈ കാലഗണന ഒരു വേറൊന്നാണെന്ന് മനസ്സിലായി അവർക്ക്. അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ, 1 വർഷത്തിന് 1000 വർഷമെന്നായിട്ട് പറയാമല്ലോ പറയുന്നവർക്ക്. അപ്പം ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിലൊക്കെ നമ്മൾ പോയിപ്പെടും. മനുഷ്യനെ എത്ര വയസ്സ് വരെ ജീവിക്കാം എന്നൊക്കെ ഉണ്ട്. 116, 120 ഒക്കെ കണക്കുണ്ട്. അത് ഓരോ ശരീരഘടനയ്ക്കനുസരിച്ച് അത് ചിലപ്പം കുറച്ച് നീണ്ടുപോകും, ചിലതോ കുറയും. ഇത്രയേ ഉള്ളൂ. ഈ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് അത് ഇതുമായിട്ട്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതാണ് ആദ്യം അറിയേണ്ടത്. അത് അശരീരിയാണ്, അത് ശരീരമുള്ളതല്ല. അതുകൊണ്ടാണ് അതിനെ ശുദ്ധം അപാപവിദ്ധം എന്ന് പറഞ്ഞത്. അസ്നായു, അത് നാഡീഞരമ്പുള്ളതല്ല. അത് അച്ഛേദ്യം, മുറിക്കാനും പറ്റുന്നതല്ല. നിങ്ങളും ഈ അന്തവും കുന്തവും ഇല്ലാത്തതിൻ്റെ പ്രചാരകന്മാരാകാതെ കുറച്ചുകൂടെ ഈ പറഞ്ഞ ആചാര്യന്മാരുടെ ജീവിതം തന്നെ നിങ്ങളെടുത്ത് പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ദലൈലാമ ഇപ്പോൾ അദ്ദേഹം ഈ അടുത്ത് പറയുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിനുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വലിയ വലിയ ആളുകളായിട്ട് കാണാം.
പോപ്പിന് വരില്ലേ അസുഖം? വരില്ലേ എന്നല്ല, ഉണ്ടല്ലോ. പലരും വധിക്കപ്പെട്ടവരായിരുന്നു. അല്ലാത്തവർക്ക് അസുഖമില്ലേ? എല്ലാ മതത്തിൻ്റെ എത്ര വലിയ ആളുകളാണെങ്കിലും ഇവരൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആളുകൾ. അതുകൊണ്ട് ദൈവം എന്തുകൊണ്ട് ഇവരുടെ അസുഖം മാറ്റുന്നില്ല എന്നുള്ളതാണ് യുക്തിവാദികൾ പറയുന്നത്. അത് തന്നെയാണ് ഈശ്വരവിശ്വാസികളും വിശ്വസിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് അങ്ങനെ അസുഖമൊന്നും ഇല്ല എന്നാണ്. അത് ഇവരെന്ത് പറയുന്നറിയോ? നമ്മുടെയൊക്കെ അസുഖം ഇവരെടുത്തതാന്ന് പറയും. എന്ത് നാട്ടുകാരുടെ മുഴുവൻ അസുഖമാണ് ഈ ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും വിവേകാനന്ദ സ്വാമികളും ഒക്കെ ഇവരുടെയൊക്കെ അസുഖങ്ങൾ ഇങ്ങനെ എടുത്തതാണ് എന്നാ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അത്തരം മണ്ടത്തരങ്ങൾക്ക് പിറകെ പോകാതെ കുറച്ചുകൂടെ ഈ ശാസ്ത്രബുദ്ധിയാൽ ഇതിനെയൊക്കെ നോക്കി കാണണം എന്നാണ് നമുക്ക് ഈ വിഷയത്തിലും നിങ്ങളോട് പറയാനുള്ളത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.